ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു ദിനമാണ് രാജ്യസഭയിൽ. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് കേരളത്തിന്റെ നാമം കേരളം എന്ന് പറയുന്ന ആ നിയമം വരികയാണ്. അങ്ങനെ കേരള ജനതയുടെ കുറെ നാളുകളായിട്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാര ദിനമാണ് ഇന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വലിയ സന്തോഷം ജനിപ്പിക്കേണ്ട ഒരു ദിനമായിരുന്നു. പക്ഷേ ഇന്നലെ മിനിയനാള് ഇൻഫാക്ട് ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു BJP അംഗം അദ്ദേഹത്തെ ലുങ്കിവാല എന്ന് പറയുന്ന ഒരു ശബ്ദം അവിടെ നിന്ന് വന്നു. അതിനെ ഞങ്ങൾ ഇന്നലെ തന്നെ രാജ്യസഭാ ചെയർമാനെ അടുത്ത് പോയിട്ട് അതിനകത്തൊരു പരാതി ഞങ്ങൾ പറയുകയും ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹത്തോട് അത് ഉന്നയിക്കാൻ പറഞ്ഞു. ഉന്നയിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നമുക്കറിയാം, നമ്മളുടെ രാജ്യമെന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. നമ്മളുടെ രാജ്യത്തെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം തന്നെ വൈവിധ്യങ്ങളാണ്. ഒരാൾ എന്ത് ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതെല്ലാം ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയിരിക്കുന്ന അവകാശത്തിന്റെ ഭാഗമാണ്. ഈ പറയുന്ന മെമ്പർ എന്ന് പറയുന്നത് നേരത്തെ ഇന്ത്യ സഖ്യത്തിലുണ്ടായിരുന്ന ഒരു മെമ്പർ ഇപ്പോ BJPയിലേക്ക് പോയ ഒരു മെമ്പറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് അനുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവർക്കൊരു ലാംഗ്വേജ് ഓഫ് കൺവീനിയൻസ് ഉണ്ട്. അവരുടെ പാർട്ടിക്ക് എന്താണ് ഉതകുന്നത് ആ പറയുന്ന ഒരു കൺവീനിയൻസ് ആണ് ഈ പറയുന്ന മെമ്പർമാരുടെ ഭാഷയായിട്ട് മാറുന്നത് എന്നുള്ളത്. ഇവർ ആസാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആസാം മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാം വിവരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വിവരിക്കുന്നത് ലുങ്കി ഉടുത്ത ആളുകൾ എന്നൊക്കെയാണ്. ചിലപ്പോൾ അതിന്റെ ബാക്കി പത്രമായിട്ടായിരിക്കും ഈ രീതിയിലൊരു അധിക്ഷേപം രാജ്യസഭയിൽ അവർക്ക് ഉന്നയിക്കാൻ തോന്നിയത്. എന്തായാലും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത്. അത് രാജ്യസഭാ ചെയർമാൻ തന്നെ അത് പറയുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല എല്ലാവരും അവരുടേതായിട്ടുള്ള കൾച്ചറിനെ, സംസ്കാരത്തെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ളതും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും അംഗീകരിക്കില്ല എന്നുള്ളതും ഇന്ന് ചെയർമാൻ ഒരു റൂളിംഗ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ടും ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ കൂടെ തന്നെയാണ്. ഇതൊരു മലയാളത്തെയും കേരളീയ ജനതയെയും തെക്കിന്റെയും മാത്രമല്ല ഈ പറയുന്ന സ്വന്തം രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമായി പോയി ശക്തമായിട്ട് ഞങ്ങളെ അപലപിക്കുകയാണ്.